നല്ല മാമ്പഴക്കാലമാണല്ലേ. അപ്പോൾ നല്ല മാമ്പഴം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഐറ്റം നമ്മുടെ മക്കൾക്ക് ജലാറ്റിനൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കി കൊടുത്താലോ. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഓടിവായോ. മാമ്പഴം ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 മാമ്പഴം തന്നെ എടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ നമ്മുടെ പാലുണ്ടല്ലോ, പശുവും പാല് തണുപ്പിക്കുകയൊന്നും വേണ്ടാത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാല് അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക്, ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതുപോലെ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം, ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് തിള വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പോ നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയാണെങ്കിൽ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു 1/4 കപ്പ് തന്നെ പാലും കൂടെ ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാങ്കോയുടെ പ്യൂരി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് അടുക്കി പിടിക്കാതെ കട്ടകളൊന്നും ഇല്ലാതെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കട്ടിയാവാൻ തുടങ്ങും. ആ സമയം ഒരു 3-4 തുള്ളി നാരങ്ങ നീരുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലേക്ക്, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മോൾഡ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇളകി കിട്ടാൻ എളുപ്പത്തിന് ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ അടിപൊളി മാംഗോ പുഡിങ് റെഡിയാണേ. അപ്പോൾ മാംഗോ ഒരെണ്ണമെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എപ്പോഴും ഒരേ ടേസ്റ്റിൽ തന്നെ കഴിച്ചാൽ പാടില്ലല്ലോ. മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഏറ്റവും സേഫായ കൈകളിൽ ഉണ്ടാക്കുന്നതാണല്ലോ.